നമസ്കാരം, വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റി റെസിപ്പി ഒരു നാടൻ പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടേസ്റ്റി പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നതെന്ന്. സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 10 ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, 15 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഏകദേശം 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, അതേപോലെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിൽ ആദ്യം പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന ടൈം ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ ചിക്കൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ചെയ്തതാണ്. വേണമെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ടും കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ എടുക്കാം. ഇതൊരു നാടൻ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. ഓയിലിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഇട്ട് വഴറ്റി കൊടുക്കാം. കൂടെ 5 ഗ്രാമ്പൂവും 1 കഷ്ണം പട്ടയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി എപ്പോഴും പറയുന്നത് പോലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. അധികം പൊടികളൊന്നുമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ മുട്ടക്കറിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചസാര ചേർക്കുന്ന കാര്യം. അതേപോലെ ചിക്കൻ കറിയിലും ചിക്കൻ മസാലയൊക്കെ റെഡിയാക്കുമ്പോൾ പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു അര കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം ചേർക്കരുത്, ചൂടുവെള്ളമാവാൻ ശ്രദ്ധിക്കണം. ചിക്കൻ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെപ്പർ ചിക്കനിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെപ്പർ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് അതാണ്. കുരുമുളക് പൊടി നേരിട്ട് കറിയിലേക്ക് ചേർക്കുന്നില്ല, ചെറിയൊരു പൊടിക്കൈയുണ്ട്. ഈ മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പെപ്പർ ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം.
അതിനുവേണ്ടി 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് കുരുമുളക് പൊടി എടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും കുരുമുളക് പൊടിയും നെയ്യിൽ നന്നായിട്ട് മൊരിയണം. കുരുമുളക് പൊടിയുടെ റോ സ്മെല്ല് മാറുന്നത് വരെ നെയ്യിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നെയ്യിൽ വഴറ്റിയ കറിവേപ്പിലയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാടൻ പെപ്പർ ചിക്കൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വിഭവമാണിത്. ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതേപോലുള്ള ടേസ്റ്റി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോ